നമസ്കാരം, എല്ലാവർക്കും ഷെഫ് അറ്റ് ഹോം റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ചിക്കൻ റെസിപ്പിയാണ്, ഒരു പെപ്പർ ചിക്കൻ. എൻ്റേതായ ഒരു സ്റ്റൈലിലുള്ളതാണത്. നമുക്ക് ആദ്യം അതിനായിട്ട് കുറച്ച് മസാല തയ്യാറാക്കണം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം ചിക്കനുമാണ്. ആ ഒരു പാൻ എടുത്തിട്ട് അതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ സീഡ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അതൊന്ന് റോസ്റ്റ് ചെയ്ത് അതിൻ്റെ ചൂടെല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം ഒരു 4 കഷ്ണം വെളുത്തുള്ളി, എൻ്റെ കയ്യിലിരിക്കുന്നത് വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം എടുക്കാം. അത് പിന്നെ ഒരു ചെറിയ പീസിൽ ഒരു 3 പീസ് ചെറിയ കഷ്ണം ജിഞ്ചറും ഇട്ടിട്ട് ഒരു 1/4 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി വേണ്ടത് ഒരു 500 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇനി അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 തണ്ട് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ, കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതോടൊപ്പം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് പ്രഷർ കുക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയം ഹീറ്റിൽ പതിയെ ഇത് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്ന് ഇളക്കി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു പാൻ എടുത്തിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, ഒരു ബ്ലാക്ക് കാർഡമം ഇവ ചേർത്തൊന്ന് അതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ശേഷം ഒരു ഗാർലിക് ചെറുതായി സ്ലൈസ് ചെയ്തത്, ചെറിയ കഷ്ണം ഇഞ്ചി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒന്ന് നെടുകെ കീറിയ 2 പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ഒരു ഒനിയൻ, ഒരു വലിയ ഒനിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വളരെ ചെറുതായി അരിഞ്ഞ ഒരു മീഡിയം സൈസിലുണ്ടായിരുന്ന ഒരു ടൊമാറ്റോയാണിത്, അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഞാൻ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ഒന്ന് കുക്കായി കിട്ടിയാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ സ്പൈസും സോൾട്ടും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പൈസ് ഇനിയും നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 3 മുതൽ ഒരു 4 മിനിറ്റ് വരെയൊക്കെ ഇതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഹീറ്റിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് കാഷ്യൂ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 കാഷ്യൂ വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തതാണ്. ആ പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ട് അതുമായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമായ ഈ പെപ്പർ ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.